ഹലോ, ഗുട്ടൻ ടാഗ്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് റിലാറ്റീവ് സാറ്റ്സ് ആണ്. ഇപ്പോൾ റിലാറ്റീവ് സാറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരേ ടോപ്പിക് അല്ലെങ്കിൽ ഒരേ ആളെക്കുറിച്ച് രണ്ട് സെൻറ്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ അതിന് പകരം നമുക്കത് എൻഹാൻസ് ചെയ്ത് ഒറ്റ സെൻറ്റൻസിൽ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഈസ് മൈ സിസ്റ്റർ, ഷീ ഈസ് വർക്കിംഗ് ഇൻ ബെർലിൻ. അങ്ങനെ രണ്ട് സെൻറ്റൻസ് നമ്മൾ പറയുന്നതിന് പകരം ഷീ ഈസ് മൈ സിസ്റ്റർ, ഷീ ഈസ് വർക്കിംഗ്, ആ ഷീ അവൾ എന്നുള്ളത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്ട് നമുക്കത് ഒരൊറ്റ സെൻറ്റൻസിൽ പറയാം. ഇപ്പോൾ എക്സാമ്പിൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഷീ ഈസ് മൈ സിസ്റ്റർ ഹൂ ഈസ് വർക്കിംഗ് ഇൻ ബെർലിൻ എന്ന് പറയാം. അപ്പോൾ അതുപോലെ നമ്മൾ ജർമ്മനിൽ എങ്ങനെയാണ് ഈ ഷീ എന്നുള്ള റിപ്പീറ്റ് ചെയ്യാണ്ട് പറയുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അവിടെ നമ്മളിപ്പോൾ റിലാറ്റീവ് പ്രൊനൗമൻ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നോക്കുന്നത്. ഇപ്പോൾ റിലാറ്റീവ് പ്രൊനൗമൻ ഉണ്ട്, അത് നമുക്ക് മസ്കുലിൻ ഫെമിനിൻ ആക്റ്റീവ് പ്ലൂറൽ ഉണ്ട്. അപ്പോൾ A2 നമ്മൾ നോമിനാറ്റീവിൻ്റെ അക്യൂസാറ്റീവിൻ്റെയും പഠിക്കുകയുള്ളൂ. B1 ബാക്കി ഡാറ്റീവിൻ്റെയും ഗെനിറ്റീവിൻ്റെയും പഠിക്കുന്നത്. ഇപ്പോൾ നോമിനാറ്റീവ് അക്യൂസാറ്റീവ് നമുക്ക് സിമ്പിളാണ്, സെയിം നമ്മുടെ ബെസ്റ്റ് ഇമിറ്റഡ് ആർട്ടിക്കിൾസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇപ്പോൾ നോമിനാറ്റീവ് ഒരു എക്സാമ്പിൾ നോക്കിയോ. ദാറ്റ് ഈസ് മൈ ബ്രദർ വർക്ക്സ് ഇൻ ബെർലിൻ. ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ ഈ മൈ ബ്രദർ എന്നുള്ളതാണ് ബെസുക്സ് വോട്ട് എന്ന് പറഞ്ഞാൽ ആരെയാണോ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അയാളാണ് ബെസുക്സ് വോട്ട് വരുന്നത്. അപ്പോൾ ഈ മൈ ബ്രദറിനാണ് നമ്മൾ ഇത്രയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ മൈ ബ്രദറാണ് ബെസുക്സ് വോട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ബെസുക്സ് വോട്ടിന് ശേഷം ഉടനെ നമ്മൾ കോമയിട്ട് ആ ബെസുക്സ് വോട്ടിന് അടുത്ത സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്യുമല്ലോ, അത് ഏത് കേസിലാണ് വരുന്നത്, നോമിനാറ്റീവ് ആണോ അക്യൂസാറ്റീവ് ആണോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ ആ നൗണിൻ്റെ ജെൻഡർ അനുസരിച്ച് ആർട്ടിക്കിൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ദാറ്റ് ഈസ് മൈ ബ്രദർ, മൈ ബ്രദറാണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇത്രയും എഴുതി, ജർമ്മനിൽ ഇത്രയും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉടനെ കോമയിട്ട് റിലാറ്റീവ് പ്രൊനൗമൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് മൈ ബ്രദറാണ് ഇവിടുത്തെ റിലാറ്റീവ് പ്രൊനൗമൻ. സെക്കൻഡ് സെൻറ്റൻസിൽ നമ്മളിവിടെ മൈ ബ്രദർ എന്നുള്ളത് മസ്കുലിനാണ്. അതുപോലെ നോമിനാറ്റീവ് ആര് വർക്ക് ചെയ്യുന്നു, മൈ ബ്രദർ. നോമിനാറ്റീവ് കേസിലാണ് ഇവിടെ മൈ ബ്രദർ വരുന്നത്. അതുകൊണ്ട് നോമിനാറ്റീവ് മസ്കുലിൻ വരുമ്പോൾ ദേറാണ് ചേർക്കേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് മൈൻ ബ്രൂഡർ, ദാറ്റ് ഈസ് മൈ ബ്രദർ എന്നുള്ള എഴുതി കോമയിട്ട ഉടനെ മൈ ബ്രദർ എന്നുള്ള വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്ട് ദേർ എന്ന് നമ്മൾ റിലാറ്റീവ് പ്രൊനൗമൻ എടുത്തു. ദേർ ഇൻ ബെർലിൻ ആർബൈറ്റഡ്. ഇങ്ങനെ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെർബ് ലാസ്റ്റ് പൊസിഷനിലേക്ക് പോകും റിലാറ്റീവ് സെൻറ്റൻസിൽ. ഓക്കെ, ഈ രണ്ടാമത് ഇങ്ങനെ ദർ ഇട്ട് എഴുതുന്ന സെൻറ്റൻസിൻ്റെ വെർബ് ലാസ്റ്റ് പോകും. ദർ ഇൻ ബെർലിൻ ആർബൈറ്റഡ്. ഓക്കെ, right after basic word add a comma and relative pronoun with relative sides. Okay, in relative sides the verb goes to the last position. നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു. ഇപ്പോൾ അടുത്ത് നോക്കിയോ, മരിയ ഹാസ് എ ബാഗ്, ദ ബാഗ് ഇസ് എക്സ്പെൻസീവ്. ഇപ്പോൾ ഇവിടെ മരിയ ഹാസ് എ ബാഗ്, ഈ എ ബാഗാണ് വീണ്ടും നമ്മൾ ദ ബാഗ് എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം മരിയ ഹാഡ് eine Tasche. ഓക്കെ, ബെസുക്സ് വോട്ടായി അതിനെ ടാഷ എഴുതി ഡയറക്റ്റ് കോമ ഇട്ട് ദി ടാഷ എന്നാണ് പറയുന്നത് അല്ലേ, ഫെമിനിൻ ആണ്, അതുകൊണ്ട് ദി എന്ന ആർട്ടിക്കിൾ എടുത്ത് കൊടുത്തു. ദി ടോയർ ഇസ്റ്റ്, ദി ടാഷ ഇസ്റ്റ് ടോയർ എന്നുള്ളതാണ്, ദി ടോയർ ഇസ്റ്റ് എന്ന് വരും. വെർബ് ലാസ്റ്റ് പൊസിഷനിലേക്ക് പോകും. ഐ ഹാവ് എ ഡോഗ്, ദി ഡോഗ് ഇസ് ഓൾവേസ് ഹംഗ്രി. ich habe einen Hund, വീണ്ടും എ ഡോഗ്, ആ ഡോഗിനാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട, പകരം നമ്മൾ ആർട്ടിക്കിൾ ഇട്ട് കൊടുക്കും. ദർ ഇമ്മർ ഹുംഗ്രിഷ് ist, അല്ലെങ്കിൽ ദർ ഇമ്മർ ഹുങ്കർ hat. മിസ്സസ് മുല്ലർ ഇസ് വെരി നൈസ്, ഷീ ഈസ് വിസിറ്റിംഗ് അസ് ടുഡേ. അപ്പോൾ അത് നിങ്ങൾ തന്നെ എഴുതാൻ നോക്കി. മിസ്സസ് മുല്ലർ ആണ് ഇവിടുത്തെ ബെസുക്സ് വോട്ട്. ഓക്കെ, അപ്പോൾ മിസ്സസ് മുല്ലർ കഴിഞ്ഞ് ഉടനെ നിങ്ങൾ കോമയിട്ട് റിലാറ്റീവ് സാറ്റ്സ് എഴുതണം. അത് കഴിഞ്ഞിട്ടാണ് ഈസ് വെരി നൈസ് എന്നുള്ള എഴുതേണ്ടത്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫ്രൗ മുല്ലർ, മിസ്സസ് മുല്ലർ എന്നുള്ള ഫ്രൗ മുല്ലർ എഴുതി ഉടനെ നമ്മളിനി കോമയിട്ട് റിലാറ്റീവ് സാറ്റ്സ് എഴുതണം. ഇവിടെ ഷീ ഈസ് വിസിറ്റിംഗ് അസ് ടുഡേ, ആര്, അവൾ, നോമിനാറ്റീവിലാണ്. അപ്പോൾ ദി, പിന്നെ ഈസ് വിസിറ്റിംഗ് അസ് ടുഡേ, ഈസ് വിസിറ്റിംഗ് എന്നുള്ള വെർബ് ലാസ്റ്റ് പോവും, പിന്നെ ബാക്കിയുള്ള അസ്, ഉൻസ് അല്ലേ, ഉൻസ് ഹോയിറ്റെ ബെസുഹ്, കണ്ടോ വെർബ് ലാസ്റ്റ് പോവും. ദി ഉൻസ് ഹോയിറ്റെ ബെസുഹ് ഈസ്റ്റ് സേർനെറ്റ്, ഈസ് വെരി നൈസ് എന്നുള്ള നമ്മൾ എഴുതിയില്ല, അതും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. ഈസ്റ്റ് സേർനെറ്റ്. ഓക്കെ, അടുത്തത് മിസ്റ്റർ ഷ്മിറ്റ് ഇസ് അൺഫോർച്ചുനേറ്റ്ലി സിക്ക്, മിസ്റ്റർ ഷ്മിറ്റ് ഈസ് ആ ടീച്ചർ, അല്ലെങ്കിൽ ഹീ ഈസ് ആ ടീച്ചർ എന്ന് ട്രൈ ചെയ്യും. Herr Schmidt, der unser Lehrer ist, ist leider krank. കണ്ടോ ഇവിടെ ഹെർ ഷ്മിറ്റ് എന്നുള്ളത് വീണ്ടും ദർ എന്ന് നമ്മൾ എഴുതിയിട്ടുള്ളൂ. അത് ഐ ആം റീഡിങ് എ ബുക്ക്, ദ ബുക്ക് ഇസ് വെരി ഫേമസ്. ഇവിടെ എ ബുക്കാണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഐ ആം റീഡിങ് എ ബുക്ക് വരെ എഴുതിയിട്ട് വേണം ബാക്കി റിലാറ്റീവ് സെൻറ്റൻസ് എഴുതാൻ. ഫോസിയ എഴുതുക.
ich lese ein Buch, das sehr bekannt ist. അല്ലേ, ദസ് എന്നുള്ള ആർട്ടിക്കിൾ വന്നു. അടുത്ത മരിയ ഈസ് വെരി ബ്യൂട്ടിഫുൾ, ഷീ ഈസ് മൈ ഫ്രണ്ട്. മരിയ എന്നുള്ളതാണ് ഇവിടെ ബെസൂക്സ് വേർഡ്. ഷീ എന്നുള്ളതാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷീ ആണ് നമ്മളിവിടെ മാറ്റാൻ പോകുന്നത്. മരിയ ദി meine Freundin ist sehr schön. അല്ലേ. NB, when the subject in the first sentence is same in the second sentence, write സബ്ജക്റ്റ് എഴുതുക, കൊമ, അതായത് സബ്ജക്റ്റ് വരുന്നതാണ് നമ്മുടെ ആദ്യ സെൻറ്റൻസിൽ സബ്ജക്റ്റാണ് ബെസൂക്സ് വേർഡ്. അങ്ങനെ ഓർക്കണ്ട, നിങ്ങൾ ബെസൂക്സ് വേർഡ് വന്ന ഉടനെ കോമ ഇട്ട് റിലേറ്റീവ് സെൻറ്റൻസ് എഴുതുക എന്നുള്ളത് കാര്യം ഓർത്താൽ മതി. ഓക്കെ, അതിൻ്റെ ആ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ. ഇവിടെ ബെസൂക്സ് വേർഡാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഉടനെ കോമ ഇട്ട് റിലേറ്റീവ് സാറ്റ്സ് എഴുതി കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ സെൻറ്റൻസിൻ്റെ ബാക്കി വെർബും ഡാറ്റീവ് അക്യൂസാറ്റീവ് എല്ലാം എഴുതുന്നത്. അല്ലെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റ് വെർബ് ഡാറ്റീവ് അക്യൂസാറ്റീവ് എല്ലാം എഴുതിയതിന് ശേഷം കോമയിട്ട് റിലേറ്റീവ് സാറ്റ്സ് എഴുതുള്ളൂ. ഐ മീൻ റിലേറ്റീവ് ബെസൂക്സ് വേർഡ് എവിടെ വരുന്നോ അവിടെ കോമയിട്ട് നിങ്ങൾ റിലേറ്റീവ് സെൻറ്റൻസ് എഴുതണം. ഓക്കെ, അടുത്ത മെനി ചിൽഡ്രൻ ആർ ഹിയർ, ദേ ആർ പ്ലേയിങ് വിത്ത് ഹിം. viele Kinder, die mit ihm spielt, sind hier. That is the man who brings the flowers. Das ist der Mann, der die Blume bringt. He brings the flowers. He brings the flower. Der die Blume bringt. The woman is my sister. She is reading the book. Die Frau, die das Buch liest, ist meine Schwester. The book which I am reading is very interesting. Das Buch, das ich lese, ist sehr interessant. That is the house which is very expensive. Das ist das Haus, das sehr teuer ist. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അക്യൂസാറ്റീവ് കേസിൽ വരുമ്പോൾ എങ്ങനെയാണെന്നാണ്. അപ്പോൾ നോക്കിയോ, ആദ്യം ദാറ്റ് ഈസ് മൈ ബ്രദർ. മൈ ബ്രദർ ആണ് ഇവിടുത്തെ ബെസൂക്സ് വേർഡ്. ഇവിടെ യു ഹാവ് സീൻ ഹിം യെസ്റ്റർഡേ. ഇവിടെ സബ്ജക്റ്റ് യു ആണല്ലേ, യു ആണ് ഇവിടെ സബ്ജക്റ്റ് വരുന്നത്. ഹാവ് സീൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ഒബ്ജക്റ്റിൻ്റെ സ്ഥലത്താണ്, അക്യൂസാറ്റീവിൻ്റെ സ്ഥലത്താണ് ഹിം. ആരെ കണ്ടു, അവനെ. ആരെ എന്നുള്ള അക്യൂസാറ്റീവ് അല്ലേ, ആരെ. അപ്പോൾ അത് അവിടെ അക്യൂസാറ്റീവിൽ വരുന്നതുകൊണ്ട് നമ്മൾ അക്യൂസാറ്റീവിൽ ആർട്ടിക്കിൾ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ അത് കണ്ടോ, das ist mein Bruder, കോമയിട്ട അക്യൂസാറ്റീവിൽ വേണം നമ്മൾ ആദ്യം തന്നെ റിലേറ്റീവ് പ്രൊനൗമൻ ആണ് യൂസ് ചെയ്യുക. സബ്ജക്റ്റ് ആയിരിക്കില്ല, റിലേറ്റീവ് പ്രൊനൗമൻ. അപ്പോൾ then ഇനി സബ്ജക്റ്റ് ആര്, യു. ഡു, ഗെസ്റ്റേൺ, ഗെസേൻ, ഹാസ്റ്റ്. വെർബ് സെക്കൻഡ് പൊസിഷനിൽ വരേണ്ട വെർബ് ലാസ്റ്റ് പോയി. അടുത്ത മൈ വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ഐ ലവ് ഹർ. ആര്, ഐ. ആരെ എന്നുള്ളത് അക്യൂസാറ്റീവ്, ഹെർ. മൈ വൈഫ്, വീണ്ടും ഇവിടെ ഹെർ എന്നുള്ളത് അക്യൂസാറ്റീവിലാണ് വരുന്നത്. അപ്പം മൈനെ ഫ്രൗ, ദി എന്നുള്ളത് നമ്മൾ ഇട്ട് കൊടുക്കും. ഓക്കെ, അക്യൂസാറ്റീവ് നോമിനാറ്റും തമ്മിൽ ആകെ മസ്കുലിന് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ് അല്ലേ. അപ്പം ദി ഇഷ് ലീബെ ഇസ്റ്റ് ഷോൺ. അടുത്ത ദാറ്റ് ഈസ് ദ വുമൻ ഐ ഹാവ് സീൻ ഹർ യെസ്റ്റർഡേ എഴുതുക. ഇവിടെ ദ വുമൺ ആണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. Das ist die Frau, die ich gestern gesehen habe. Past tense ആണല്ലേ. അടുത്ത the bread tastes good, you have bought it yesterday. Das Brot schmeckt gut, du hast es gestern. അല്ല, അത് ജസ്റ്റ് ആ ഒരു സെൻറ്റൻസ് പക്ക ട്രാൻസ്ലേറ്റ് ചെയ്താൽ കേട്ടോ. അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് ദസ് ബ്രോട്ട്, അതാണ് നമ്മുടെ ഇവിടുത്തെ ബെസൂക്സ് വേർഡ്. അതുകൊണ്ട് അത് ഇട്ട് ഡയറക്റ്റ് നമ്മൾ റിലേറ്റീവ് പ്രൊനൗമൻ എഴുതി റിലേറ്റീവ് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ബാക്കി ആ സെൻറ്റൻസ് എഴുതുക കേട്ടോ. ദസ് ബ്രോട്ട് ദസ് ടു ഗെസ്റ്റൻ gekauft hast schmeckt gut. That is my nephew, I have bought him ice cream. ഓക്കെ, ഇവിടെ ഇത് ഓക്കെ ദാറ്റ് ഈസ് മൈ നെഫ്യൂ, ഐ ഹാവ് ബോട്ട് ഐസ്ക്രീം ഫോർ ഹിം. ഇവിടെ ഫോർ എന്നുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്യണേ. ഫോർ എന്നുള്ള യൂസ് ചെയ്തില്ലെങ്കിൽ അതെന്താ, ആർക്ക്, അവന്. ആർക്ക് എന്നുള്ളത് ഡാറ്റീവിലേക്ക് പോകും, കാരണം ഇവിടെ ഐസ്ക്രീം അക്യൂസാറ്റീവിൽ വരുന്നുണ്ട്. നമ്മളിവിടെ ഫോർ എഴുതാൻ കാര്യം ഒരു പ്രപ്പോസിഷൻ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതും കൂടെ പറയാനാണ്. ഓക്കെ,
അപ്പോൾ ഇത് അക്യൂസാറ്റീവ് പ്രിപ്പോസിഷൻ ആണല്ലേ. അപ്പോൾ നോട്ട് ചെയ്തോ. Das ist meine Neffe für den ഉണ്ടോ, for whom എന്നുള്ള അല്ലെങ്കിൽ for him, für den ich Eis gekauft habe. അടുത്ത my nephew is a doctor. I visited him yesterday. Mein Neffe, den ich gestern gesucht habe, ist Arzt. I have eaten the pizza. My mother have made the pizza. The pizza നെ നമ്മളോട് റിപ്പീറ്റ് ചെയ്യുന്നത്. ആരെ ഉണ്ടാക്കി? പിzzനെ. അപ്പം ich habe die Pizza gegessen, die meine Mutter gemacht hat. The computer is not working അല്ലെങ്കിൽ functioning today. He have bought it yesterday. The computer funktioniert nicht heute nicht. Okay, ഇത് ജസ്റ്റ് hat es gestern gekauft. അടുത്ത അതിൻ്റെ then വരുന്നു അല്ലേ, ആരെ, അവനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ. അപ്പോൾ der Computer, den du gestern gekauft hast, hat funktioniert heute nicht. അടുത്ത he is her brother, she buys a gift for him. He is wearing a shirt which his friend have given him. ഇവിടെ കണ്ടോ, for him. ഓക്കെ, നിങ്ങൾ തന്നെ എഴുതി നോക്കണേ. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. റിലേറ്റീവ് സാറ്റ്സ് കംപ്ലീറ്റ് നോക്കുക. നിങ്ങൾ ആദ്യം തന്നെ പ്രൊനോമൻസ് നോർമൽ ബെസ്റ്റും ആർട്ടിക്കിളിൻ്റെ പ്രൊനോമൻസ് തന്നെയാണ്. അപ്പം ഓക്കെ, ചൂസ്.